ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്ക് ഫ്രിഡ്ജിൽ 2 ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പായസം ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നതല്ല കേട്ടോ. അപ്പം ഞാൻ ആ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. വലിയ ഒരു ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടാണ് 2 എടുത്തത്. അപ്പം അത് കഴുകി വൃത്തിയാക്കിയ ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെയിറ്റ് ഇട്ട ശേഷം ഒരു 2 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മളുടെ എൽബോ പാസ്തയാണ് എടുക്കണത് കേട്ടോ. എൻ്റെ കയ്യിൽ വേറൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ആ പാസ്ത ഞാൻ ഒരു 2 കപ്പ് എടുക്കും കേട്ടോ. ഒരു 250 ml കപ്പിലാണ് 2 കപ്പ് എടുക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കണക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ പാസ്ത നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ചൗവരി വേണം. അപ്പോൾ ചൗവരി ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം ചൗവരിയിൽ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കഴുകിയ ശേഷം നമുക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചധികം വെള്ളത്തിലാണ് ഈ ചൗവരി വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്കിട്ട് ചൗവരി ഞാൻ വേവിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റൊരു പാനിൽ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം തിള വരുന്ന സമയത്ത് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പാസ്ത ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. തിള വരുന്ന ഒരു സമയത്താണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ചൗവരി ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ക്യാരറ്റ് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിപ്പോൾ 2 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോഴേക്ക് വെള്ളം ചേർത്ത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ വേണം ഇത് അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ആ ഒരു പാസ്ത ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെന്ത ശേഷം ഇതുപോലെ സ്റ്റെയിനറിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഈ പാസ്ത കഴുകിയെടുക്കണം. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നത്. കാരണം ഒറ്റ ബാച്ചിൽ എനിക്കിത് വാഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ചെറിയ അരിപ്പായതുകൊണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊരു പാന് ഞാൻ കഴുകിയെടുത്ത ശേഷം നമ്മളുടെ ഈ ക്യാരറ്റ് അടിച്ചതുണ്ടല്ലോ അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം 1 ലിറ്റർ പാല് ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ക്യാരറ്റും പാലും കൂടി നല്ലതുപോലെ യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഞാൻ 1 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ടോട്ടൽ 2 ലിറ്റർ പാലാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 200 ml കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇച്ചിരി മധുരമൊക്കെ ഉള്ളതാണ് ഈ ഒരു പായസത്തിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാം ചേർത്തിട്ട് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു പാസ്ത ഉണ്ടല്ലോ, വേവിച്ച് ഡ്രെയിൻ ചെയ്ത പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതിൽ യോജിച്ച് വരണം. ഇതുപോലെ തിളച്ച് വരണം, നല്ല തിളച്ച് കുറുകി വരണം. അതാണ് ഇതിൻ്റെ ഈ പായസത്തിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇപ്പം തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവും കണക്കൊന്നുമില്ല. 1 കൈപ്പിടി കാഷ്നട്ടും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ വരെ ഇതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ 1 കൈപ്പിടി കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ റോസ്റ്റ് ആക്കിയിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും നെയ്യോടുകൂടി ചൂടോടെ തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പാസ്ത പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ സുൽത്താൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നിപ്പം ഈ ഒരു പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ഈ അടപ്പായസമൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇത് കഴിച്ചാൽ കിട്ടുന്നത്. അപ്പം ഇത് നല്ല ചൂടോടുകൂടിയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാൻ അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി തരണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഇവള് പാണ്ടെന്നാ. ഇതേപോലെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഫുൾ പാടും. അത് എക്സ്റ്റൻഡ് വേർഷനൊക്കെ പാടുന്നത്. എന്തോ ചെയ്യുന്ന ചിരിക്കണോ? അത് തന്നെ നമ്മളവിടെ നിന്നോണ്ടിരിക്കും. നമ്മൾ എന്താണ് ചിരിക്കണോ? അതായത് ഫെബ്രുവരി 16 ഇന്നാണ് നമ്മുടെ സുൽത്താന്റെ ബർത്ത്ഡേ. അല്ല സുലു, വലിയ പരിപാടിയൊന്നും ഇല്ല. ഒരു പരിപാടിയും ഇല്ല കേട്ടോ. രാവിലെ പെട്ടെന്ന് ഞാനിന്നൊന്നും ഉണ്ടാക്കട്ടെ സത്യം പറഞ്ഞ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി കിടു ഐറ്റമാണ് കേട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. നല്ല ഈ ഒരു കൊഴുകൊഴുത്ത പരുവത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. എന്ത് പറയാനുണ്ട്? ബർത്ത്ഡേ അനുഭവം? ബർത്ത്ഡേ പ്രത്യേകമൊന്നും ഇല്ല. എന്താ പറയാ, ബർത്ത്ഡേ ഒരു വർഷം തീർന്നു, ആഘോഷിക്കാനായിട്ടൊന്നുമില്ല. ഇതിന്റെ പഴയ ക്ലിപ്പിംഗ് വല്ലതും ഉണ്ടോ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്? ബാത്റൂമിൽ നല്ല 1-2 ഉണ്ടായിരുന്നു പണ്ട് കാസറ്റിന്റെ അകത്ത്. പക്ഷെ ആ കാസറ്റ് നശിച്ചു പോയി. എനിക്ക് സംശയം സുൽത്താക്കി എന്താ നശിപ്പിച്ചാണെന്ന് തോന്നുന്നു. എവിഡൻസ്. എന്നിട്ട് നിന്റെ സൽമാനിക്ക് നിന്നെ വിളിച്ചാ? ഇപ്പൊ സമയം എത്രയാ? രാവിലെ 8:45 മണിയാണ് കേട്ടാ. ഇന്റർവ്യൂ നടത്തിയാലോ? സുൽത്താന്റെ പണ്ട് മറ്റേ അബുദാബിയില് കുട്ടികളൊക്കെ ഒരു ബർത്ത്ഡേ ഒക്കെ തന്നില്ലേ ഒരു ഗിഫ്റ്റ്? നമ്മൾ അവിടെ അബുദാബിയില് എല്ലാം ബർത്ത്ഡേ നമ്മൾ എന്താ വെച്ചാൽ പിസ്സ ഹട്ടിൽ പോകും. പിന്നെ അവിടെ മറിയ മോളുണ്ട്, മറിയ മോളാണെന്ന് തോന്നുന്നു. ആ മോളിന്റെ മുകളില് ഇതുണ്ട്, ബില്യാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ബില്യാർഡ്സ് ഒക്കെ കളിച്ചിട്ട് അവരെന്താ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ ബാഗ്, നൈക്കിയുടെ ബാഗും സ്പീക്കറൊക്കെ. പക്ഷെ സ്കൂളിലെ നിന്റെ സ്കൂളിൽ വെച്ചൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ. സെയിം ബർത്ത്ഡേ ആണ് തോന്നുന്നു. അന്ന് ആ രാത്രിയാണ് നമ്മൾ ഇങ്ങനെ പോയത്. പക്ഷെ രാവിലെ ടീച്ചേഴ്സും എല്ലാരും ഉണ്ടായിരുന്നു. കേക്ക് അവരെന്നെ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് അടിപൊളിയായിരുന്നു. അതായത് സുൽത്താൻ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടല്ലേ ബർത്ത്ഡേക്ക്. അവിടെ ഭയങ്കര എന്താ പറയാ, പക്ഷെ ഇവന് ഇടാൻ പറ്റിയ ഒരു ഇതുണ്ട്. മായിമച്ച നമ്മൾ ആ വീട്ടിൽ വന്നപ്പോ ഒരു ഇൻട്രോ പറഞ്ഞില്ലേ, ഞാൻ സുൽത്താൻ ക്യാമറയുടെ ഫ്രണ്ട് ഇരുന്ന ഒരു ഇൻട്രോ പറയുന്നതാണ്. അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ഞാൻ സുൽത്താൻ, ഞാൻ സുൽത്താൻ. എന്നിട്ടാണ് അത് വെച്ചിട്ട് എന്നെ എല്ലാരും ജീവിതത്തോടെ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ബർത്ത്ഡേ നമ്മൾ അങ്ങനെ ആഘോഷിക്കുക എന്നുള്ളതല്ല. പക്ഷെ അടുത്ത ആളെ ബർത്ത്ഡേ ഉടനുണ്ട്, ഫെബ്രുവരി 18. ആഘോഷം എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ആ പഴയതാ കൊച്ചു ജനിച്ചതും അതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതും അതൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ. പക്ഷെ ഈ അടുത്ത ബർത്ത്ഡേ ആവട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ആ പഴയ ക്ലിപ്പൊക്കെ എടുത്ത് സംഘടിക്കും. ഇപ്പൊ സമയമില്ല. ഇന്ന് രാവിലെ നീ പറയുവാണ് നമുക്ക് മറ്റേ വീഡിയോ വേണ്ട, ഇന്ന് ഈ വീഡിയോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ ഡസ്പായി. ഞാൻ പെട്ടെന്ന് പോയിട്ട് പിന്നെ റെഡി ആയിട്ടൊക്കെ വന്നതാണ്. സുൽത്താൻ ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ. കാരണം കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം എനിക്കിവിടെ വലിയ പാത്രമൊന്നുമില്ല. അപ്പം എൻ്റെ ആ ഒരു പാത്രത്തിൽ ഒതുങ്ങുന്നതിൽ ഞാൻ അവൻ്റെ ആഗ്രഹം പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇനി വേണം എനിക്ക് പോയി സാധനം മേടിച്ചിട്ട് വന്നിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം അതിനെക്കുറിച്ചുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം സുൽത്താന് നമ്മളൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല, ഗിഫ്റ്റ് ഒന്നും. സുൽത്താനം ഗിഫ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വലിയൊരു കവർ നിറയെ പൈസ കൊടുത്തു. അല്ല, ഇവർക്കൊന്നും അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഗിഫ്റ്റ് തരണം, ഗിഫ്റ്റ് വാങ്ങിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എന്റെ മക്കൾക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടാ. ഞാൻ നേരെ തിരിച്ചാണ്. ഗിഫ്റ്റ് തന്നാൽ ഞാൻ വാങ്ങുന്ന കൂട്ടത്തില്ല അല്ലേ? എന്നെ നിർബന്ധിപ്പിക്കരുത്, ഞാൻ ഗിഫ്റ്റ് എടുക്കും. അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട് സുൽ? എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയാണ്. ശരിക്കൊരു അടപ്പായസം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് കേട്ടോ. അടിപൊളി. എനിക്കില്ലേ, എനിക്ക് പൈസ ഇല്ലേ? എനിക്കുള്ള അവിടെ താഴെ ഇരിക്കുന്നേ ഉള്ളു. കട്ട പിടിച്ചാ എന്ത് സമയം സേമിയേ അതൊരു ഐറ്റം. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നമ്മളുടെ സലു കിച്ചൻ ഫാമിലിയുടെ എന്ത് പറയാൻ ആശംസകൾ. അപ്പൊ മറക്കാതെ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ.
ബർത്ത്ഡേ പോയി. zoom ചെയ്തു. ബർത്ത്ഡേ പോയി. ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ. That's correct. Exactly. Yeah. Sure. Yeah. Happy birthday to you. Video. Okay, open up. Open up. He's taking a video. Okay, open it. Open it. Guys. मैं बोलने जा रहा था एक्स्ट्रा लास्ट Dude. don't know how to open a gift, man. Now you can You have to Now you can guess, man. get out. Okay. It's I hope you like this. Let me. Happy birthday to you. dude. It's an amazing perfume, okay? It's just David of school water. See the first name. That is